ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന വേൾഡ് കപ്പിനുള്ള ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് ഇന്നാണ് നടക്കുക. അതിനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഒക്കെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികൾ ആരാണ് എന്നുള്ളത് ഇന്നത്തോടുകൂടി അവരുടെ ആരാധകർക്ക് വ്യക്തമാകും എന്നുള്ളതാണ്. ഏതായാലും ബ്രസീലുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ നൂറ്റാണ്ടിൽ അഥവാ 2002 വേൾഡ് കപ്പ് മുതൽ ഇതുവരെ ബ്രസീലിന്റെ ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്ന എതിരാളികൾ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 2002 ബ്രസീൽ അവസാനമായി കൊണ്ട് വേൾഡ് കപ്പ് സ്വന്തമാക്കിയത്. അന്ന് ഗ്രൂപ്പ് സിയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. അന്ന് എതിരാളികളായിക്കൊണ്ട് വന്നത് തുർക്കി, ചൈന, കോസ്റ്റാറിക്ക എന്നിവരായിരുന്നു. ഇനി 2006 വേൾഡ് കപ്പിൽ ബ്രസീലിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവരായിരുന്നു. ഗ്രൂപ്പ് എഫിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. ഇനി 2010 വേൾഡ് കപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് കൊറിയ, അതുപോലെ തന്നെ ഐവറി കോസ്റ്റ്, പോർച്ചുഗൽ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രൂപ്പ് ജിയിലായിരുന്നു അന്ന് ബ്രസീൽ ഇടം കണ്ടെത്തിയിരുന്നത്. ഇനി 2014 വേൾഡ് കപ്പ് ബ്രസീലിൽ വെച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത്. ഗ്രൂപ്പ് എയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. അന്ന് എതിരാളികളായിക്കൊണ്ട് വന്നത് ക്രൊയേഷ്യ, മെക്സിക്കോ, കാമറൂൺ എന്നിവരായിരുന്നു. ഇനി 2018 വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഇയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. അന്ന് സ്വിറ്റ്സർലൻഡ്, കോസ്റ്റാറിക്ക, സെർബിയ എന്നിവരായിരുന്നു ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വന്നിരുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ജിയിലായിരുന്നു 2022 വേൾഡ് കപ്പിൽ ബ്രസീൽ ഉണ്ടായിരുന്നത്. അന്ന് എതിരാളികളായിക്കൊണ്ട് വന്നത് സെർബിയ, സ്വിറ്റ്സർലൻഡ്, കാമറൂൺ എന്നിവരായിരുന്നു. ഇങ്ങനെയാണ് ബ്രസീലിന്റെ സമീപകാലത്തെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എതിരാളികൾ വരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്രൊയേഷ്യയെ 2 തവണ സമീപകാലത്ത് ബ്രസീലിനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ തുടർച്ചയായി 2 തവണയാണ് ബ്രസീലിന് സെർബിയ, സ്വിറ്റ്സർലൻഡ് എന്നിവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടേണ്ടി വന്നത്. അതിനു പുറമെ കാമറൂണിനെ സമീപകാലത്ത് 2 തവണയായിക്കൊണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഏതായാലും ഇത്തവണ ആരൊക്കെയായിരിക്കും ബ്രസീലിന്റെ എതിരാളികൾ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.